കേട്ടോ ഉണ്ടോ പണി വാളിയോ മോനെ ദിനേശ. ഹായ് ഫ്രണ്ട്സ്, ചിരുളി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് എന്താ ചെയ്യാൻ വേണം അറിയാം? ഇതെന്താ ചിരുട്ടിയെ? ഇതെന്താ ഇത് പാഷൻ ഫ്രൂട്ട്, എല്ലാവർക്കും അറിയാലോ പാഷൻ ഫ്രൂട്ട് ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ അടിപൊളി 2 സംഭവങ്ങൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെന്താ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള 2 സംഭവങ്ങൾ നമ്മൾ ചെയ്യണേ. അപ്പോൾ അത് നമുക്ക് ആദ്യം എന്തായാലും കുറച്ച് പഴുത്തൊക്കെ നോക്കി പറിക്കണ്ടേ. ഇവിടെ എവിടേക്കോ കണ്ടേന്നല്ല നമ്മൾ പഴുത്ത അപ്പൂസേ. ഇത് ഇവിടെ ഒരു കേടുള്ളതാ. ഇത് കേട് അവിടെ എങ്ങനെ ഉണ്ടോ ഒന്ന് പഴുത്തെന്ന് പറയാൻ വയ്യ, എന്നാലും ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ടാവൂലേ. മഴ പെയ്താ ചീരിട്ടിയേ. ഇത് പിടിക്കേ അപ്പു മാറിക്ക്. മഴത്തുള്ളി കൊഴിഞ്ഞാട്ടോ. ചീരട്ടിന്റെ കണ്ണിക്കായി. ഇതാ ഒന്നും കൂടി ഉണ്ട്. ഇത് കൂടി പറിക്കാം. ഇത് ചീരട്ടി പറിക്കോ? അത് പറിക്കാം നമുക്ക്. ചീരട്ടി പറക്കി. ഇത് ഇതല്ല കുഞ്ഞു. ഇത് കിട്ടി. ഇതാ പിടിച്ച നമുക്ക് കുറച്ച് ഞാനവിടെ പറിച്ച് വെച്ചാൽ കൂടി ഉണ്ട് കേട്ടോ. രാവിലെ ഞങ്ങൾക്ക് മുറ്റടിച്ചപ്പോൾ കുറേ കിട്ടിയിരുന്നു. കുറച്ച് മഞ്ഞ കളറിലൊക്കെ കിട്ടിയിരുന്നു. കുഞ്ഞമ്മായി. അപ്പൊ അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ സംഭവം ചെയ്യാൻ പോവാണ്. അത് കാണിച്ചാൽ കേട്ടോ. ഇത് കുഞ്ഞമ്മായി പറക്കേണ്ടതായിട്ടില്ല കുഞ്ഞോ. ഇതൊക്കെ ഇതായിട്ടില്ല. ഇത് പച്ചയാണ്. ഡിഷ് ഉണ്ടാവില്ല. കുട്ടി പറിക്കുക. ഇനിയിപ്പോ ഏതാ കുട്ടിക്ക് പറിക്കാൻ കാണിച്ചു കൊടുക്കുക. പറിച്ചോ. കുട്ടി പറിച്ചു. മഴയല്ലേ, മഴയായിട്ട് വെള്ളത്തുള്ളി. ഇപ്പൊ നമ്മൾ ഈ പാഷൻ ഫ്രൂട്ടിന്റെ ഈ തോട്ടത്തിൽ എന്തൊക്കെയുള്ള അപ്പൂസേ? ഇതെന്താ? കുമ്പളങ്ങ. പിന്നെന്താണ് ഞാൻ പറഞ്ഞത്? അവിടെ വലുത് തൂങ്ങിക്കണേ പടവലങ്ങ. പിന്നെ ദാ ഇതിന്റെ ഉള്ളിലൊരു സാധനം ഉണ്ടല്ലോ, കയ്പങ്ങ. ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള തന്നെയാണ് കേട്ടോ. നമ്മളെ വീടിന്റെ മുറ്റത്ത് ഉണ്ടായിട്ടുള്ള ഈ തോട്ടത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പൊ അപ്പൂസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. പടവലങ്ങ ഉണ്ട്, കയ്പങ്ങ ഉണ്ട്, പിന്നെ കുമ്പളങ്ങ ഉണ്ട്, പിന്നെ അപ്പുറത്ത് കരിവേപ്പുണ്ട്, പിന്നെ അവിടെ മുളകുണ്ട്. ഞാൻ നാളൊരു വീഡിയോയിൽ ചെയ്തില്ലേ, ആ മുളകൊക്കെ ദാ അവിടെ ഉണ്ട്. പിന്നെന്താ അപ്പൂസുള്ള? പിന്നെ ദാ ഇഞ്ചി ഉണ്ട്, കർമൂസ ഉണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ചെറിയൊരു ചുറ്റുപാടിൽ ഏകദേശം ഉള്ള ഒരു പച്ചക്കറികളൊക്കെ ഉണ്ട് ഇവിടെ. കുട്ടിക്കുണ്ട്, ഒക്കെ ഉണ്ട്. നമുക്ക് മിട്ടൂരിയും കൊണ്ട് പോവല്ലേ? എന്നാ വരി. അപ്പൊ ദാ ഫ്രണ്ട്സ്, ഇത്രയും ഞങ്ങൾ രാവിലെ മുതൽ ഇപ്പം മുതലും പറിച്ചതാണ്. ഒരു പാത്രം നിറച്ചുണ്ട് അല്ലേ അപ്പൊ? ഇതോടെയൊക്കെയാണ് ഞങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടിച്ചത്? അടിപൊളിയായിട്ട് പഴുത്ത നിർത്തുകയാണ് ഞങ്ങൾ കട്ട് ചെയ്യണം. ചീട്ടി മുറിക്കട്ടെ? അപ്പൊ ഈ കത്തി എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവല്ലോ. ഇല്ലാത്തൊരാ പോയി ആ വീഡിയോ പോയി കാണുക, എങ്ങനെ കത്തി എങ്ങനെ ബ്ലേഡ് പോലെ ആക്കാന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങൾ അത് മുറിക്കാൻ പോണേ. അടിപൊളിയടാ. പവർ ചിരിട്ടി. ആക്ഷൻ കാണോ? ഈ കുട്ടീൻ്റെ ഒരു പ്രത്യേകത കേട്ടത്, ഇവിടെ എന്ന് ഈ സംഭവം ഉണ്ടായോ അന്ന് മുതൽ നിലത്ത് കൊഴിഞ്ഞാടുമ്പോൾ അവൾക്ക് ഞങ്ങൾ എടുത്തു കൊടുക്കും. ഇവൾക്ക് ഇത് എന്തൊരു ഇഷ്ടമാണ് അറിയോ കേട്ടോ. ഞങ്ങൾക്കൊക്കെ അത് മധുരടാതെ ആലോചിച്ചൂടല്ലേ അപ്പൂസേ. അവൻ്റെ അമ്മേ, ഈ കുട്ടി ഇത് അങ്ങനെ തിന്നും ഉണ്ടോ, ഒരു കുഴപ്പമില്ല അതിന്. എന്നാ കുഞ്ഞിനെ തിന്നോ. കുഞ്ഞമ്മ അപ്പോഴേക്കൊരു സംഭവം ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ആ പഴുത്ത നമ്മൾ ഫസ്റ്റ് എടാ പറഞ്ഞെടുക്കല്ലേ. ആദ്യം ഞങ്ങളൊരു ഗ്ലാസ്സാണ് എടുക്കാൻ വേണ്ടത്. അപ്പോൾ അവിടെ ഒക്കെയാണേ. എന്നിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് എടുക്കുക, ഈ സംഭവങ്ങളാക്കുക. ഇതൊന്നിങ്ങനെ ഈ സ്പൂൺ കൊണ്ട് നമ്മളിങ്ങനെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പൂസേ നമുക്കിങ്ങനെ വയൽ വെള്ളം വരുന്നുണ്ടോ? അപ്പോൾ ഒന്ന് നമ്മൾ വിജയകരമായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട്. നമുക്ക് 2-3 ഇടണ കുറേ ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, ഇത് പിടിച്ചോ. അപ്പോൾ അടുത്ത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഈ സൈഡിലുള്ള ഭാഗം ചീരുട്ടിക്കുള്ളതാണേ. ചീരുട്ടിയപ്പോഴേക്ക് ആദ്യത്തെ നിർത്തുണ്ടാവും. ഇല്ലല്ലേ? കണ്ട സ്പൂൺ ഉണ്ടാ? അപ്പം മുഴുവനായിട്ട് നമ്മൾ ഈ ഗ്ലാസ്സിക്ക് ഇടുക. എങ്ങനെയുണ്ട് വിചാരിച്ചു ഞാൻ ഗ്ലാസ്സിൽ ഈ വരച്ചാൽ മതി. എന്നോട് വേണ്ടതില്ലല്ലേ? ആ കുട്ടി എന്നോട് നോക്കിയാൽ ഈ അങ്ങനെ തിന്നണേ ശരിക്ക്. അപ്പോൾ 2 പാഷൻ ഫ്രൂട്ട് ഞങ്ങൾ ഇത് കിട്ടിയിട്ടുണ്ട്. ഇത്ര ഭാഗം എടുത്തിട്ടോ. ഇതേ രീതിക്ക് തന്നെ നമ്മൾ മറ്റേ ഗ്ലാസ്സിക്ക് 2 ഇടാൻ പോവാണേ. അടുത്ത പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. നല്ല കളറില്ലേ ചിരുട്ടി കിടക്ക്. ഇതിൻ്റെ പറയ്. അപ്പോൾ ഫ്രണ്ട്സ് ഒന്നും കൂടി കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഈ ഒരു ഗ്ലാസ് ഇത്രയും ഞങ്ങൾ എടുത്ത് വെച്ചില്ലേ, ഇതിലേക്ക് ഇനി കുറച്ച് പഞ്ചസാര ഇടും, കുറച്ച് സോഡ ഒഴിക്കും. എന്നിട്ട് ഞങ്ങൾ കുടിച്ച് നോക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ അഭിപ്രായം പറഞ്ഞു കൊടുക്കും അല്ലേ? അത് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ പഞ്ചസാര ഇടുക കേട്ടോ. പഞ്ചസാര ഇടുകയാണേ. 1 2 3 ഒരു 3.5 സ്പൂൺ പഞ്ചസാര ഇട്ടുണ്ട്. കാരണം നല്ല പുളിയാണിത്. ഇനി ഇതൊക്കെ നമ്മൾ സോഡ ഒഴിക്കാൻ പോകട്ടോ. ക്ലബ് സോഡയാണ് വാങ്ങിയത്, അത് ഒഴിക്കുകയാണ്.
അവിടെ ടപ്പ് ടപ്പ് ജാനകിയൊക്കെ പാടുണ്ട്. ചീരുട്ടിയേ പാട്ടാട്, ചീരുട്ടി പാട്ടാട്. നല്ല പോലെ മിക്സ് ചെയ്യട്ടെ നമ്മൾ. അങ്ങനെതാ നമ്മളെ സോഡ, പഞ്ചസാര ആൻഡ് പാഷൻ ഫ്രൂട്ട് മിക്സ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ആയിട്ട് ആരാ കുടിക്കുക? അപ്പ് കുടിച്ചിട്ട് ഞാൻ കുടിക്കാം. സോനപ്പിൻ്റെ ഉണ്ടോ? ഞാൻ തന്നെ കുടിക്കട്ടെ. ഈ ഒരു ഗ്ലാസ് തന്നെയാണ് കുടിക്കാൻ പോണേ. ഞാനും ഒപ്പല്ലേ, കുഴപ്പമൊന്നുമില്ല. അനക്ക വന്നില്ലല്ലോ. രണ്ടാമത് വന്നു. എന്താ അറിയാ, നല്ല രസമുണ്ടല്ലേ, അടിപൊളിയായി. ഞാൻ അവിടെ ഒരാൾക്ക് കൂടി കൊടുക്കാൻ കേട്ടോ. ചീരുട്ടി കുടിച്ചേ. ചീരുട്ടിക്ക് ഞങ്ങൾ ഈ ഗ്ലാസ് തന്നെ കൊടുക്കുന്നുണ്ട്, ആരും ഒന്നും വിചാരിക്കരുതേ. എങ്ങനെയുണ്ട്? ചുപ്പിടായോ? എന്താ രച്ചുണ്ടോ? ഓൾക്ക് പിന്നെയും വേണം. എങ്ങനെയുണ്ട് ചീരുട്ടിയെ? രച്ചുണ്ടോ? ഇങ്ങനെ പറയും. അതാണ് പിന്നെ ഒന്നുള്ള. ഇതെന്താ? അതല്ല പഞ്ഞ, ഇത് പറയ്. രച്ചുണ്ടോ? ഇങ്ങനെ പറയ്. ഇഷ്ടമായെങ്കിൽ ഇങ്ങനെ പറയ്. ഓ, ചീരുട്ടിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാ പിന്നെയും ചോദിക്കുന്നത്. ഞങ്ങൾ ഏതായാലും ഇത് കുടിച്ച് തീർക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് അടുത്തത് ഉണ്ടാക്കാം. എന്നാ പോ, മനത്താടിന് കുറച്ച് കൊടുക്കണ്ടാ, അല്ലെങ്കിൽ നമുക്ക് കൊതി കൂടി നമ്മളെല്ലാവരും കൂടി ബാത്റൂമിൽ പോയിരിക്കേണ്ടിരുന്ന ആളെ. എന്നാ വണക്ക്. അപ്പോൾ ഫസ്റ്റത്തെ പൊളിയായിരുന്നു, ടേസ്റ്റ് അടിപൊളിയായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കൂടി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതൊക്കെ നമ്മൾ ചേർക്കാൻ പോകണത് എന്താ? ഉപ്പ്. അപ്പോൾ ഉപ്പ് ചേർക്കട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെ. ഉപ്പ് ഒരു 1/2 സ്പൂൺ മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് നോക്കാം. പിന്നെ സോഡ ഒഴിക്കുക. ബാ, എന്താവുമോ എന്തോ. ഇത് കുഞ്ഞമ്മായി ആദ്യം പഞ്ചസാര ഇട്ട് ഫസ്റ്റ് കുടിച്ച് തീർത്തിട്ട് ഏതാ പൊട്ടാക്കി. എന്നായിക്കോട്ടെ, ഞാൻ തന്നെ ചെയ്യാം. കേട്ടോ, ഒരുമാതിരി ടേസ്റ്റ് ഉച്ചക്ക് വേണ്ട. പണി വാളിയ മോനെ ദിനേശ. കുഞ്ഞിന് വേണ്ട, നമ്മ പൊന്ന് കുടിക്കണ്ട കേട്ടോ ചീരുട്ടി. ഈ മനു എന്തെങ്കിലും അട്ടാസിക്കണേ. ചീരുട്ടിക്ക് വേണ്ട, ചീരുട്ടിക്ക് കുഞ്ഞുമായേ മധുരട്ട് ഉണ്ടാക്കി തരാട്ടോ. പാവാടാ, എടാ പാവല്ലടാ, ഇത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുണ്ടാവട്ടെ, പക്ഷെ എനിക്ക് അപ്പനും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇവൾക്ക് പറ്റും, ഇവൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്. വെറുതെ പാഷൻ ഫ്രൂട്ട് തിന്നുന്ന ആളാണിത്. വേണ്ട പൊന്നെ, ചീരുട്ടി കുടിക്കണ്ട കേട്ടോ. അപ്പൊ തട്ടം കുടിച്ചോട്ടെ. ഞാനൊന്നും കുടിച്ചേക്കാം. കരച്ചിൽ വരിക സത്യമായിട്ട്. ഒരുമാതിരി ഒരു ഉടുമ്പിക്കാന്നൊക്കെ പറയില്ലേ, അമ്മ ഒരു ചോയാക്കി വേണ്ട അമ്മ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. സത്യസന്ധമായിട്ട് പറയാം, 100 കണക്കിന് വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതേപോലത്തെ ഒരു ഇഷ്ടപ്പെടാത്ത ഡ്രിങ്ക് ഇത് മാത്രമുള്ളക്ക് എന്താ പറയുക, ഈ ഒരു എന്താ പറയുക, സത്യസന്ധമായിട്ട് എനിക്ക് തോന്നിയത് എന്താ അറിയോ, നമ്മൾ ഈ ORS ഒക്കെ കുടിക്കൂലേ, മധുരവും ഉപ്പും ഒക്കെ പാടുള്ളൊരു സംഭവം, അത് നമുക്ക് വല്ലാതെ കുടിക്കാൻ കഴിയില്ലല്ലോ. അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കേട്ടോ എനിക്ക് വരുന്നത്. അപ്പനും ഇഷ്ടമായിനോ? ഓനും ഇഷ്ടപ്പെട്ടിട്ടില്ല വയറ്. എന്തായാലും പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഫ്രണ്ട്സ്. കാരണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് അറിയണം. അപ്പോൾ ഇഷ്ടമുള്ളവർ കഴിച്ചതിന് ശേഷം, അല്ല ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചതിന് ശേഷം യൂട്യൂബിൽ എന്തായാലും കമൻറ്റ് തരണേ. ഞങ്ങൾക്കുള്ള അനുഭവം ഇപ്പോൾ ഞങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് ഞങ്ങളുടെ അനുഭവം. അപ്പോൾ പഞ്ചസാര, ഈ ഒരു പാഷൻ ഫ്രൂട്ടിന് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, അപ്പൂൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ പഞ്ചസാരനെ ചേരുന്നുള്ളേ. ഞങ്ങൾ ആവും കൂടി ഒന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചങ്ങാണ്ട് ചെയ്തൊരു സംഭവമാണിത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ ചീരുളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് ഇതേപോലത്തെ നല്ല 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 വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു നല്ലൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഞങ്ങൾ. അതുവരേക്കും എല്ലാവർക്കും ഇതേപോലത്തെ വേണം, ഇതെന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങളൊക്കെ കൊണ്ട് ഞങ്ങൾ വരും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും
ടാറ്റ എടുക്കും മാഷേ. ടാറ്റ ബൈ ബൈ. ചീരുട്ടി ടാറ്റ എടുത്തേ. അവളെ കൈ ഒഴിവില്ല, അതാണ് ഇപ്പം മെയിൻ പ്രശ്നം. അപ്പോൾ ഫ്രണ്ട്സ്, തമിഴിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഗ്ലാസ് കൂടി ഉണ്ടാക്കിയതായിരുന്നു. പക്ഷെ ഇത് ആൾ വിടുന്നില്ല. ഇത് മധുരട്ടുള്ള ആയതുകൊണ്ടാണ് കേട്ടോ അവൾക്ക് ഇഷ്ടം അത്രയ്ക്ക്. പക്ഷെ ഉപ്പിട്ടുള്ളത് ഞങ്ങൾ ഇനി ഉണ്ടാക്കൂല കേട്ടോ. ഇതൊരു ഫോട്ടോത്തിന് വേണ്ടി നമുക്ക് തികയോ ചീരുട്ടിയെ? ഇത് തികയോ? പെരും കുടി കേട്ടോ അവിടെയൊക്കെ. ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു സീസണൊക്കെയാണ്, എല്ലാ വീട്ടിലും ഉണ്ടാവും ഈ സംഭവം. ഇല്ലാത്തവർ അടുത്ത വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തേടി പിടിച്ചിപ്പോൾ കണ്ടോന്നും കണ്ട് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ്. പക്ഷേ ഉപ്പും സോഡയും ഒഴിവാക്കാം, പഞ്ചസാര ഇട്ട് കൂട്ടി കഴിച്ചുകൊണ്ട് കേട്ടോ. ഇനി ഉപ്പ് സോഡ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഓക്കെ, ടാറ്റ ബൈ ബൈ പറയും. See you. ഒരു ഫ്ലൈയിങ് കിസ്.